ഗുഡ് മോർണിംഗ് ഫ്രം നേപ്പാൾ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഏത് തണുത്ത കാറ്റ് വീശുന്നുള്ള ചുറ്റിലും മലയേട്ടാ, എന്നിട്ടും കാറ്റ് അങ്ങനെ ഇടത്തേക്ക് എത്തുന്നുണ്ടോ? ആടാ ഒരു മല വേണ്ട, ഈ സെൻറ്ററിൽ കാണാൻ ചാൻസ് കുറവ് തന്നെ. അതിൽ കുറച്ച് മഞ്ഞ് വീണിട്ടുണ്ട്. ഈ ഒരു മലൻ്റെ അടിയിലേക്ക് കൂടിയിട്ട് നല്ല കാര്യമായ വാട്ടർഫാൾസ് അവിടെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ മലയാണ്, എന്നിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഈ മരമെല്ലാം അനങ്ങുന്നുണ്ടോ? എൻ്റെ ടെൻറ്റിൽ നിന്നെല്ലാം എടുത്തിട്ടിട്ട് കുലുക്കുന്നുണ്ടായിന്. ഞാൻ ആദ്യം വിചാരിച്ചെന്തോ ജീവിയാറ്റം വന്നിട്ട് പിടിക്കുന്നറിഞ്ഞ് പേടിച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലുണ്ടായതല്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അഴിച്ചിട്ട് കുറേ നേരം നോക്കി ഒന്ന് സംഭവം. പിന്നെ കാറ്റ് എന്ന് മനസ്സിലായിട്ടാകുമ്പോൾ രണ്ടാമത് ഉറങ്ങിയതാണ്. ഈ ഏരിയയിലില്ല എത്രയോ വെറൈറ്റി കൃഷികളുണ്ട് കേട്ടോ. മീൻസ് ഏകദേശം ആളും വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഇവരെ വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ടല്ലോ ഈ കൃഷി ചെയ്യുന്നത്. ഇതിവിടെ തക്കാളി കൃഷി, ഇവിടെ മുളക്, ഇതൊന്നും ഇവർ വിൽക്കത്തില്ല. ഇത് സ്വന്തം വീട്ടിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇത് വിൽക്കുന്നത് തോന്നട്ടോ. ഇത് ചോളത്തിൻ്റെ കൃഷിയാണ് ഉണ്ടായത് തോന്നുന്നു. അതെല്ലാം എന്താ പറയല്, അതിന് നെയ്ത്തെടുത്ത് പിന്നെ അവിടെ വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ ഉള്ളതില്ല, താലി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് കേട്ടോ. ഇന്ന് ട്രക്കിങ് ചെയ്യാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് വെച്ചെങ്കിൽ എൻ്റെ ഷോൾഡർ പെയിൻ ഇല്ല, നല്ലോണമായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ വേക്ക് നിന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന്. ഒന്നും പ്രശ്നമൊന്നുമില്ല. അവർ പറഞ്ഞു ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ട് തന്നെ ഉള്ളതല്ല, അതങ്ങനെ നിന്നോട്ടോ, ഒരു പ്രശ്നമില്ല. എത്ര വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ദിവസം നിന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് വേണ്ട, ഇന്നൊരു ദിവസം നിൽക്കാന്നുള്ള രീതിയിൽ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പ്ലാനിലാണെന്നുള്ളത്. ഇന്നലെ എന്ത് നല്ല മൂവ്മെൻ്റ് വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാതായിപ്പോൾ അത് ഈ ഗോപ്രോ കാരണം. മീൻസ് ഗോപ്രോ ഇറ്റത്ത് ഒട്ടും പണിയെടുക്കുന്നില്ല. അല്ല, ഈ ഒരു വീടില്ലേ, ഇത് അവിടെയാണ് നമ്മളെ ബായിൻ്റെ വീടുള്ളത്, ഇടയിൽ കാണുന്നത്. എൻ്റെ ടെൻ്റ് അതാ അവിടെയുണ്ട്. ഓക്കെ, ഇത് ആ ബായിൻ്റെ ബിഗ് ബ്രദറിൻ്റെ വീടാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ വീടല്ല, വീടിതാണ്. ഇവരെ കിച്ചണും കാര്യം. ഹലോ, നമസ്തേ. ഈ വീടിനുള്ളിൽ ചായ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. മീൻസ് ചായ എല്ലാം ചൂടാക്കുന്നത്, അതിൽ വിറകെട്ടിട്ട് അതിന് ചുറ്റും ഇവർ ഫാമിലി ആയിട്ടിരിക്കും. അങ്ങനെ ഈ ഫാമിലിൻ്റെ ഒന്നിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന് ആ സമയത്ത് ചായ കുടിച്ച് ഇവരെ നാടൻ കള്ളല്ല, ഈ കള്ളിനെ കുടിച്ചിട്ടൊക്കെ കുറേ പരിചയപ്പെടുത്തി. മീൻസ് ഇവരെന്നെ ഉണ്ടാക്കുന്ന വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളെല്ലാവരും കുടിക്കുന്നുണ്ട്. നാടൻ വാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ വേറെ ലെവലും വേണം. എന്തോ സാധനത്തിനോട് ഉണ്ടാക്കുന്നത്, സംഭവം എന്നറിയില്ല. അങ്ങനത്തേക്ക് തല കുറേ കാഴ്ചകൾ അങ്ങനെ ഈ ഗോപ്രോ കാരണം എനിക്ക് എടുക്കാൻ വേണ്ടി വരുന്നത്. മീൻസ് ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഗോപ്രോ ഓഫാക്കണം. പെടാൻ പെട്ട് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നു ഇനി ഗോപ്രോ ഒഴിവാക്കിയിട്ട് മൊബൈലിൽ തന്നെ എടുക്കണം. അത് ഇപ്പം മൊബൈൽ എടുക്കാൻ പറ്റില്ല, ബാറ്ററി പെട്ടെന്ന് പോകുന്നതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്തായാലും ശ്രദ്ധിക്കണം. ഈ വീടിൻ്റെ ബാത്റൂം കാണിച്ചാൽ കേട്ടോ, ഞാൻ ഈ നേപ്പാളിൽ മൊത്തത്തിൽ ഇത്ര കാലം ട്രാവൽ ചെയ്താൽ ഇത്ര സൗകര്യമുള്ള ബാത്റൂം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ ക്ലോസറ്റ്, ഷവറ്, 4 തരം തിരിക്കുന്നത്, ചൂടുവെള്ളം, തണുത്ത വെള്ളം, പിന്നെ ഷവറിൻ്റെ അത് പൈപ്പ്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഷവറുള്ളൊരു ബാത്റൂം. കണ്ടിന് മീൻസ് ഹോട്ടലിലും കാര്യത്തിലെല്ലാം കണ്ടിന്. ഞാൻ വീടിൻ്റെ കഥയാണ് പറഞ്ഞത്. ഒരു പണ്ടത്തെ നമ്മുടെ നാട്ടിൽ ഈ കാവി തേച്ച എന്നാലില്ലേ, ആ ഒരു ടൈപ്പ് ബാത്റൂം എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വിചാരിച്ചേക്കല്ല, മീൻസ് കാണിക്കണം തോന്നി അങ്ങനെ ജസ്റ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പുഴ പോകുന്നുണ്ട് കേട്ടോ. മറ്റേ നടന്നിട്ട് വരുന്ന സമയത്ത് ആ ഒരു പുഴ കണ്ടിട്ട് ആ ഒരു പുഴ ഇതിൽ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡ് വന്നിട്ട് മൊത്തം കൊണ്ടുപോയ പുഴയോലും. ഈ ബായിൻ്റെ വീട് കുറച്ച് മുകളിലും ഉണ്ടായത്, അവിടെ മൊത്തം എന്താ പറയുക ഈ ഫ്ലഡ് കാരണം 3 കൊല്ലം മുൻപാട്ടോ ഫ്ലഡ് വന്നിട്ട് ഇവരെ വീട് മൊത്തം കൊണ്ടുപോയിട്ട് അവരെന്താക്കി, ഇവരെ വല്യച്ഛൻ്റെ സ്ഥലമല്ലോ ഇത്, ഇവിടത്തേക്ക് ഷിഫ്റ്റ് ആയതെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് കാണുന്നില്ല പുഴ. എന്നുവെച്ചെങ്കിൽ വെള്ളം നല്ല രീതിയിൽ വൈഡായിട്ട് ഒഴുകുക. ഇതാ ഇവിടെ ഉണ്ട്, അപ്പുറമുണ്ട്. നല്ല കാര്യമായ രീതിയിൽ കൊണ്ടുപോയ ഇതെന്ന് പറഞ്ഞു ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:30. എന്ത് രസം പരിപാടി, ഇങ്ങനെ വെയിലും കഴിഞ്ഞിട്ടിരിക്കാൻ വേണ്ടി. ഒരു 9:30 ആകുമ്പോൾ എന്താ പറയുക വെയിൽ വരാൻ വേണ്ടി തുടങ്ങി. കാണുന്നില്ല, മലനെ കവർ ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ മലൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ മുകളിലോട്ടേക്ക് എത്തി. എന്നിവിടെ കുറച്ച് നേരം ഇരിക്കും. ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. മീൻസ് ഇവിടുന്ന് ഞാൻ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ഇൻസൾട്ട് ഫീൽ അവരെ ചെയ്യിപ്പിക്കേണ്ട, അത്ര നല്ല ബൈൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരെ ഇതാക്കേണ്ട പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ എടുത്തേക്കല്ല. ഞാൻ ഓസി അടിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആക്കുന്ന ആ ഒരു രീതിയിലേ അല്ല കേട്ടോ. ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് അധികം ഫീൽ ആകുന്നൊരു സംഭവം ക്യാമറയിൽ കാണിക്കുമ്പോൾ മറ്റേ ചില എനിക്ക് മനസ്സിലാവും എങ്ങനെ ഈ ഫാമിലി ഏത് രീതിയിലാണ് എന്നോട് ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്ന്. ഇവർ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരുണ്ടാക്കിയ ഭക്ഷണം എന്നെ നിർബന്ധിച്ചിട്ട് കഴിപ്പിച്ചതാണ്. പിന്നെ ഇന്നലെ രാത്രി അവിടെ ഇരുന്നിട്ട് ചായ കുടിപ്പിച്ച്, കുറേ പ്രാവശ്യം കോഫി കുടിപ്പിച്ച്. ഇന്ന് രാവിലെ ഞാൻ എന്താക്കി 2 കോഫി 3 കോഫി ആയിട്ടും കുടിച്ച് ബിസ്ക്കറ്റ് കൊണ്ട് തന്ന്. മീൻസ് അങ്ങനെയല്ല ചെയ്ത് ഇപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്തുകൊണ്ടുണ്ട്. അതെന്നെ കൊണ്ട് ഇപ്പം
എന്തായാലും അത് കഴിച്ചിട്ട് അതിന് ശേഷം ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, ഇവരെ കസിൻ്റെയാണ്. ആ ഹോട്ടലിൽ വൈഫൈ ഉണ്ട്. എന്നോട് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇരുന്നു. ഇന്നലെ ഞാൻ അവിടെ നിന്നാണ് വൈഫൈ യൂസ് ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും കാര്യമെല്ലാം അപ്ഡേറ്റ് ആക്കിയത്. ഇപ്പോൾ അവിടേക്ക് പോകാണ്ട്. എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കുക ആദ്യം, അതിനുശേഷം അവിടെ പോയിട്ട് ഇൻ്റർനെറ്റെല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് നടക്കാൻ പോകാറുള്ളത്. ഇപ്പോൾ 11:30 ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ളത്. കഴിയാനായിട്ടാകുമ്പോൾ വന്ന് വ്ളോഗ് എടുക്കണം എന്ന് ഓർമ്മ വന്നത്. ചോറ്, പിന്നെ നമ്മളെ പയറുകറി, പിന്നെ അച്ചാറ്, പിന്നെ വറവ്. ഇത് ഇവിടെ തന്നെ ഇവരെ ഫാമിലുണ്ടാക്കിയ ഇതല്ല, വെജിറ്റബിൾസോട് ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ഭക്ഷണം കേട്ടോ. പുള്ളി, ഞാനും പിന്നെ പുള്ളിയുടെ വൈഫ്, കുട്ടികളെല്ലാവരും കഴിച്ച്. ഇപ്പോൾ എൻ്റെത് കഴിയാനായി, പുള്ളീൻ്റെയും കഴിയാനായി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തന്നെ അടുത്ത പണി എന്ന് പറയുന്നത് അവിടെ പോയിട്ട് എന്താ പറയുക, ഇൻ്റർനെറ്റ് കുറച്ചൊന്ന് യൂസ് ആക്കാനുണ്ട്. അതിന് ശേഷം പിന്നെ അവിടെ മലയാറ്റം കയറാൻ നോക്കട്ടെ, എന്ത് പ്ലാനിലായിട്ട് അറിയില്ല, മൂപ്പരോട് ചോദിച്ചു നോക്കാം. अभी पहले हम उधर जाएगा, क्या नाम है, इंटरनेट का उधर जाएगा या पहाड़ जाएगा? पहाड़ जाएगा. അപ്പോൾ ഓക്കെ, അപ്പോൾ മല കയറാൻ പോകുന്നു. ഇപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം കാണാം. ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടുണ്ട്. പുള്ളിൻ്റെ വീട് അവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ കാട് എന്ന് പറയാനെങ്കിലോ, കുറച്ച് മരങ്ങൾ, നമ്മുടെ വെള്ളച്ചാട്ടത്താടെ. ഏത് മജ, എന്ത് പ്ലാന് ഒന്നും അറിയില്ല. പുള്ളി എന്ത് പറയുന്നു അത്. പുള്ളിയാണ് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യമെല്ലാം ഉണ്ട്, മൗണ്ടൻ ക്ലൈമ്പിങ്ങിൻ്റെ അങ്ങനത്തെ ഇങ്ങനത്തെല്ലാം ചെയ്തുതരാം, നിൻ്റെ ബോഡി ഒന്ന് റെഡി ആയിട്ട് തരണം, അല്ലെങ്കിൽ മസിൽ ക്രാംസൊക്കെ മാറി കിട്ടുമെന്ന് പറഞ്ഞു. നോക്കട്ടെ, എന്തായാലും പോയി നോക്കാം. ഞാൻ ഇവിടത്തേക്ക് തണുപ്പടിക്കുന്നത്. ഓ पानी का बूंदा ना इधर तक पहुँच रहा है, मतलब बहुत अच्छा है यार, ठंड लग रहा है. मैन वो क्या होता है, मंदिर है? अच्छा, क्या नाम था, बुद्धिस्ट, कौन सा धर्म का है वो? बुद्धिस्ट का है. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളമില്ലേ, ഇങ്ങോട്ടേക്ക് നല്ല വലിയ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്തോ രസം കേട്ടോ, നല്ല മണം. ഇന്ന് റെസ്റ്റ് എടുത്തത് വേർത്ത്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോട്ടേനു, ഞാൻ കുറച്ചപ്പുറമായിട്ട് ടെൻ്റ് അടിക്കാൻ വിചാരിച്ചാൽ മതി. അവസാനം ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് ഇവനെ എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവാൻ കഴിയും. പിന്നെ ഞാൻ വേണ്ട, കുറച്ചാൾ ഇരുന്നിട്ട് ചോദിച്ചു നോക്കാം ആരും കിട്ടുന്നോന്ന്. അതിന് ശേഷം ചോദിച്ച് പുള്ളി ഓക്കെ പറഞ്ഞ്, അതുകൊണ്ട് ഇത്ര നല്ലൊരു വൈബ് കിട്ടി. മാൻ, ഏത് സാധനമോ. എന്തായാലും നീ क्या करने का प्लान है? इधर पानी में नहीं आना मेरे को. नहीं अभी नहीं आना, थोड़ा बाहर देखेगा, थोड़ा ठंड लग रहा है. और पहाड़ चढ़ने का क्या एक्टिविटी उधर है? हाँ, वो बनाया हुआ है. अच्छा, उधर चल के देखते हैं. यार इधर इतना बहुत ठंड लग रहा है. यहाँ पे ट्राउट है, ट्राउट फिश. हाँ, दिखेगा? नहीं अभी नहीं दिखता, वो बहुत दूर आ रहा है ना. हाँ. ഇപ്പം നമ്മൾ അവിടെ നമ്മളെ ക്ലൈമ്പിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തേക്ക് പോവാം. നമ്മളെ സാധനം എത്തി. इधर कोई यूज़ नहीं करता है क्या अभी? अभी ट्रेनिंग के लिए है, रॉक क्लाइंबिंग ट्रेनिंग के लिए. लेकिन फिर भी इधर मतलब ऐसा कचरा करके रखा है ना. नहीं, अभी सीजन नहीं हो रहा है ना. अच्छा, सीजन में पानी का धूले आ रहा है ना. हाँ, अच्छा. अब ഇതൊന്നും നല്ല കയറിയൊക്കെ ഇട്ട് ഓനലി यार इधर ये स्प्रे देखना, इस तरफ आ रहा है, बहुत मज़े से. अभी ഞാൻ ഇപ്പോൾ ഇതൊന്നും നല്ല കയറിയൊക്കെ ഇട്ട് ഓനലി ക്യാമറ കൊടുത്തിട്ട്. ज़्यादा दूर मत जाओ, सेफ्टी बेल्ट नहीं है ना. वो सही बात है, लेकिन मजा आ रहा है चढ़ने में. नहीं अभी फिलहाल के लिए हाँ, चाहता हूँ फिर से वापस जाके देखता हूँ. ओके, एक बार ट्राई करना जरूरी है. जी जी. क्या मजा है. अभी एक बार पूरा ऊपर तक जाके देखता हूँ. हाँ, जितना हो पाएगा उतना, लेकिन सेफ्टी बहुत जरूरी था. हाँ, सेफ्टी चाहिए ना. वो नहीं तो नहीं है. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊന്ന് കയറിയിട്ടൊന്ന് കുറച്ചൊന്ന് ബോഡി ഒന്ന് റെഡി ആക്കട്ടെ. അതിനുശേഷം നെക്സ്റ്റ് ആക്ടിവിറ്റി എന്തെന്ന് ബായ് പറയും, അത് ചെയ്യും. അപ്പോൾ ഓക്കെ. യാർ ഏത് ലെവൽ എക്സ്പീരിയൻസ് വരെ കിട്ടിയത്. ആ മുകളിൽ കയറിയിട്ടില്ല, കാരണം ഫുള്ള് പഠിച്ച് ബോഡിയെല്ലാം ഒന്ന് സെറ്റായി. ആ ഒരു പെയിന് പോലും ഇപ്പോൾ ഫീൽ ആവില്ല. എന്ത് സംഭവം ഉണ്ടോ, സാധാരണ എൻ്റെ ഒരു പേടി ഉണ്ടായത് ഫുള്ള് പഠിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവുന്നു. പെയിനും കാര്യമൊന്നുമില്ല.
അങ്ങനെ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് മല്ല അങ്ങോട്ടേക്ക് തെറിക്കുന്നു. അധികം ശരീരത്തിന് ഞാൻ തണുപ്പ് കൊള്ളിക്കുന്നില്ല കേട്ടോ. തണുപ്പ് കൊള്ളിച്ചെങ്കിൽ എന്താ വെച്ചെങ്കിൽ എൻ്റെ ബോഡി എന്താ പറയുക ചിലപ്പോൾ പണി കിട്ടിയെങ്കിൽ പനി അങ്ങനത്തെ ഇങ്ങനത്തൊന്നും വന്നൊക്കെ ഉണ്ടാകുന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ഒന്ന് ബായി ഇറങ്ങി തന്നെ പോവാം. വേറെ എവിടെയെങ്കിലും നമുക്ക് നോക്കാറുണ്ട്. നോക്കത്തി എൻ്റെ അമ്മയ്ക്ക് ഏത് തണുപ്പറിയോ, ഈ തണുത്ത വെള്ളത്തിൻ്റെ തണുത്ത കാറ്റ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ പക്ഷേ ഈ വെള്ളം കൂടി വരുമ്പോഴല്ല വേറെ എല്ലാവരും തണുപ്പട്ടാ. അപ്പോൾ ഓക്കെ നല്ല വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക്. പ്രത്യേകിച്ച് എന്ത് ബോഡി ആണെങ്കിൽ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് മരം എടുത്തിട്ട് പുള്ളീൻ്റെ 3 മരമുണ്ട്, എൻ്റെ ഇതുകൊണ്ട് ഇതൊന്ന് കുത്തിയിട്ട് ബോഡി ഒന്ന് അനക്കെട്ടുണ്ട്. പുള്ളിക്ക് എന്തായാലും അവിടെ ആടിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് മരം കൊത്തണമല്ലോ. അവൻ എന്തെങ്കിലും ആക്ടിവിറ്റി ഒന്നും ഉണ്ടെങ്കിൽ പറയാറുണ്ട്. പുള്ളിയാണ് ഇപ്പം ശരിയാക്കി തരാറുണ്ട്. അങ്ങനെ മരം തന്നിട്ടുണ്ട്. ഇനി ഇത് ഇടുന്ന് കൊത്തി ഒന്ന് ബോഡി ഒന്ന് അനക്കെട്ട്. ഈ ഒരു ആടില്ല, ഈ ആട് കൂടിന് താഴെ സാധനം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മരം കൊത്തേണ്ടത്. അപ്പോൾ ഓക്കെ ഇതൊന്ന് കഴിയുമ്പോൾ കുറച്ച് ടൈമാവും. അതിനുശേഷം പറ്റുമെങ്കിൽ ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് കാണിക്കാം. ബോറടിപ്പിക്കുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ഈ ക്യാമറയിൽ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഈ ഒന്ന് പണിയൊന്ന് കഴിച്ചിട്ട് അതിനുശേഷം കാണാം. ഫൈനലി നമ്മൾ ആട്ടും കൂട് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഫൈനലി ഫിനിഷ്ഡ്. 1:45 ഉള്ള മരമല്ല, കുറേ വിറകിനുള്ള മരം കൊത്തി കൊടുത്ത് പിന്നെ ഇതിനുള്ള മരം കറക്റ്റായിട്ട് വെട്ടണം. അങ്ങനെ കുറേ കാണിച്ചത് എനിക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ശേഷം കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയി. കൊത്തിയിട്ടെല്ലാം സെറ്റാക്കി ഇപ്പോൾ ആടും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത പണി എന്തെന്നൊരു പിടുത്തമില്ല. എന്തായാലും എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ആടെ പോയോ കേട്ടോ എന്ത് കഥയെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറയിൽ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ആക്കുന്ന വീഡിയോ എടുക്കുക. അപ്പോൾ ഓക്കെ നോക്കാം എന്ത് കഥയെന്ന്. ये कौन सा करी खाया था? ये इसका करी. अच्छा, इसको केरला का है? केरला के दूसरा नाम केरला नहीं दूसरा नाम वो क्या बोलता है मालूम नहीं है. ये इधर ही उबाला है, मतलब इधर ही बनाया है, उगाया है. केरला बैंड ഞാൻ കുറച്ചൊന്ന് ഈ വില്ലേജ് കാണിക്കാണ്ട് അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് ഇറങ്ങിയത്. പറ്റുന്നില്ല കേട്ടോ, നല്ല വേദന ഉണ്ട് എനിക്ക്. ഞാനിന്ന് ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ കാണിച്ച മണ്ടത്തരം എനിക്കറിയാം, ഞാൻ മണ്ടത്തരാന്ന് കാണിക്കുന്നതെന്ന്. ആ മല കയറാൻ വേണ്ടി ശ്രമിച്ചു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. അത് കാണുമ്പോൾ എനിക്ക് കയറണമെന്ന് തോന്നി. അങ്ങനെ അത് കയറി. പിന്നീട് കുറേ മരവും കാര്യമെല്ലാം കൊത്തി. മീൻസ് ഞാൻ വിചാരിച്ചു ഒന്ന് ഓക്കെ ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് വെക്കാന്നുള്ള രീതിയിൽ. എൻ്റെ ബോഡി വേദന എല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. പക്ഷേ അത് വലിയൊരു മണ്ടത്തരായി പോയി. എന്താ വെച്ചെങ്കിൽ ഇന്നലെ വേദന ഉണ്ടായതല്ല. അപ്പോൾ ഇന്ന് മൊത്തം ഞാൻ റെസ്റ്റ് കൊടുത്തിനെങ്കിൽ നാളത്തേക്ക് എനിക്ക് സെറ്റ് ആട്ടേനു. ഈ ടിഷ്യൂ എല്ലാം പൊട്ടിയാലും ഒന്ന് സെറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാട്ടേനു. ഞാൻ മണ്ടത്തരം കാണിച്ചു പോയി. മറ്റു കാര്യമില്ല. ഇപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാണ്ട് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നല്ല വേദനയായി. ഇനി ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നില്ല. മുകളിലൊക്കെ നോക്കിയാൽ നല്ല കാർ മേഘമാണ്. മഴ വരുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക് നല്ലോണം. ഇന്ന് വന്നാൽ പിന്നെയും പ്രശ്നമില്ല. നാളെ ട്രക്കിങ് ചെയ്യുമ്പോൾ വന്നെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഇപ്പം ചിലപ്പോൾ മുകളിലെല്ലാം മറ്റേ സ്നോഫോൾ അടിക്കുന്നുണ്ടാവും. ഈ തോറങ്കള പാസ്, ഞാൻ ഇപ്പോൾ പോവാങ്ങിന പാസ്സില്ല, അത് ക്രോസ് ആക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. പേടിയാകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ തോറങ്കള പാസ് അത്യാവശ്യം ടഫാണ്. ആ പാസ്സിൽ സ്നോവും കൂടി വീണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കാര്യമായ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ 4 മണി. ഞാൻ എന്താ പറയുക ഇതിനൊന്നുമില്ല. ഞാൻ ഒന്ന് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോയും കാര്യമെല്ലാം ഒന്ന് എഡിറ്റ് ആക്കിയിട്ട് ചിലപ്പോൾ ഉറങ്ങും. ചിലപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് ആടെ ഇരുന്നിട്ട് കുറച്ച് കഥയും കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ തള്ളി നീക്കിയിട്ട് നാളെ ട്രക്കിങ് അത് സ്റ്റാർട്ടാക്കും. അപ്പോൾ ഓക്കെ, നാളെ കാണാം. അതുവരെ ബൈ.